ഹലോ ഫ്രണ്ട്സ്, ഹാപ്പി ന്യൂ ഇയർ. ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത്. കാരണം ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം എൻ്റെ കസിൻസിൻ്റെ ഒപ്പം അടിച്ച് പൊളിക്കായിരുന്നു. കളിക്കലും അതും ഇതൊക്കെ ആയ കാരണം കുറച്ച് ദിവസമാണ് ഇതായി. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വാട്ടർ ഫോൾസിൻ്റെ ആ സ്ഥലം ഓർമ്മ വന്നത് എനിക്ക്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഡി ജെൻ്റെ അങ്ങോട്ട് വന്നു കേട്ടോ. നമ്മൾ പുതിയതായിട്ട് പാലക്കാട് ഇറങ്ങിയില്ലേ, അവിടേക്കായിരുന്നു ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. എൻ്റെ കസിൻസൊക്കെ എൻ്റെ ഞാൻ വിളിച്ചു അവരിനെയും കൂടെ, കാരണം നിങ്ങൾ അവിടെ ഇരിക്കല്ലേ, അപ്പം നിങ്ങളും കൂടെ ഒന്ന് വന്നോന്ന്. അതിൻ്റെ ഉള്ളിൽ കയറിയോട് ഞങ്ങൾ എന്ത് ചെയ്തു, ഒരു ഡാൻസൊക്കെ ഞങ്ങൾ കളിച്ചിട്ടുണ്ടായിരുന്നു കസിൻസും കൂടെ ആയിട്ട്. എല്ലാവരും നല്ല തുള്ളിച്ചാടി കളിച്ചു. നിങ്ങൾക്ക് അതിൻ്റെ ബാക്കിൽ തന്നെ കാണാൻ നല്ല ഭംഗിയായിട്ടുള്ള വെള്ളച്ചാട്ടം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കണം. പക്ഷെ എനിക്ക് അല്ലേ അതിൽ കയറണമെന്നുണ്ടായിരുന്നു, വെള്ളച്ചാട്ടത്തിൽ കളിക്കണമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കളിക്കാനൊന്നും പറ്റിയില്ല, കാരണം അധികം തിരക്കായിരുന്നു അവിടെ. അത് കാരണം അതിൻ്റെ ഉള്ളിൽ അവിടേക്കൊന്നും പോകാൻ പറ്റിയില്ല. പക്ഷെ നമുക്ക് അതിൻ്റെ കാലൊക്കെ വെച്ച് കൈയൊക്കെ വെച്ച് ഇങ്ങനെ വെള്ളം നനയ്ക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും അടിപൊളി ഡാൻസ് ചെയ്യുന്നു. അതിന് ഞങ്ങളൊരു സെൽഫിയൊക്കെ എടുത്തു. കുറേ സെൽഫി കണ്ട വെള്ളം ഓരോ കളറായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. എനിക്കത് തൊടണൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ സാധിച്ചില്ല ഞങ്ങൾക്ക്. അതേനൊരു സെൽഫി ഫോട്ടോ പിന്നെ കുറച്ച് ഡാൻസ് അതൊക്കെ കഴിഞ്ഞാണ് ഞങ്ങളങ്ങനെ കുറച്ച് നേരം അങ്ങനെയൊക്കെ ചെയ്തു. പിന്നെ അവിടെ ഡി ജെ പോലെ ലൈറ്റൊക്കെ കുറേ വന്നിട്ടുണ്ടായിരുന്നു. നല്ല തിരക്കായിരുന്നു, നല്ല തിരക്കും ആൾക്കാരും ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ന്യൂ ഇയർ ക്രിസ്മസ് ഫ്രണ്ടിനെ തപ്പിയെടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പം എല്ലാവരും നമ്മൾ ഗിഫ്റ്റ് കൊടുത്തതിന് ശേഷം എല്ലാവരും അത് തുറന്നു നോക്കിയപ്പോൾ ഓരോരുത്തർക്ക് ഭംഗിയുള്ള ഗിഫ്റ്റായിട്ടത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ലുലുവിലുള്ള മറ്റേ ഡി ജെ ഉണ്ടായിരുന്നു, ലുലുവിൽ ഒരു ഡി ജെ ഉണ്ടായിരുന്നു. അവിടേക്കൊക്കെ ഞാൻ പോയിട്ട് എൻ്റെ ഒരു കുഞ്ഞി കസിനെയും കൂടെ ആയിട്ട് ഞങ്ങൾ രണ്ടാളും നന്നായി കളിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് കുഞ്ഞി കസിന്. ഞങ്ങൾ രണ്ടാളും നന്നായി അവിടെ ഡി ജെ നല്ല ഇതായിരുന്നു. ഓരോ ലൈറ്റും കുറേ ആൾക്കാരുണ്ടായിരുന്നു അവിടെ വന്നപാടും. നല്ല ഡി ജെ ആയിരുന്നു. പക്ഷെ അതിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റിയില്ല, ഒരുപാട് ആൾക്കാരും ഉണ്ടായിരുന്നു. അതിൻ്റെ അടുത്തേക്ക് പോയി നമ്മുടെ നെഞ്ചിങ്ങനെ ടിക് ഇങ്ങനെ ഇടിക്കുകയായിരുന്നു. ലാലേട്ടൻ്റെ സോങ്സും ലൈറ്റും ഇതൊക്കെ ആയിട്ട് ഞാനേ പറഞ്ഞു, ഞാൻ അതിൻ്റെ ഉള്ളിലേക്കൊന്നും ഇല്ല, എനിക്ക് അങ്ങോട്ട് വരണ്ടെന്നൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ മിന്നല് ഇടി അങ്ങനെയൊക്കെ വന്നപ്പോൾ എനിക്ക് അതിൽ നോക്കാനേ തോന്നിയില്ല. ഞാൻ പിന്നെ അവിടെ കുറച്ച് നേരം കിടന്ന് ഡാൻസും പാട്ടൊക്കെ പാടി നല്ല എൻജോയ് ചെയ്ത് ഞങ്ങൾ നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഇത് നല്ല ഭംഗിയുണ്ടായിരുന്നില്ലേ. അതിനുശേഷം ഞാൻ നൈസ് ഫോർട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ പോയപ്പോഴും ഡി ജെ. അപ്പം ഞാൻ എന്ത് ചെയ്തു, അവിടുന്ന് ഡാൻസ് കളിച്ചു. ഞാൻ ഡാൻസ് കളിക്കാതിരിക്കുന്നില്ല, എൻ്റെ ഷൂസിൽ ലൈറ്റും ഒക്കെ ഇട്ടിട്ട് ഞാൻ കടന്ന് ഡാൻസ് കളിക്കുകയായിരുന്നു അവിടെ നിന്നിട്ട്. അത് നമ്മുടെ നൈസ് ഫോർട്ടിലുള്ള ഡി ജെ ആയിരുന്നു. അവിടെ ഒരുപാട് ജനങ്ങളുണ്ടായിരുന്നു, എല്ലാവിടെയും ആൾക്കാരുണ്ടായിരുന്നു. ഞാൻ എന്ത് ചെയ്തു, അങ്ങനെ ഒരു നന്നായി ഡാൻസൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. ഈ സ്ഥലം തന്നെ അടിപൊളിയായിരുന്നു. എനിക്ക് വന്നപാട് പാർക്കിലേക്കൊന്നും കയറണമെന്നുണ്ടായിരുന്നു. ഞാനവിടെ കിടന്ന് ഡാൻസ്. ഇത്രയേ ഉള്ളൂ.